സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനവും. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. വിനയവും എളിമയും തന്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടരുന്നു. അതുപോലെ തന്നെയാണ് മഹത്തായ കാര്യങ്ങളും നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നുപോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകി തീരുമെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ജീവിത അവസാനം വരെ അഭിനയം മാത്രമാകും. കൈമുതൽ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യ ചുവട്. ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയപാതയിലാണ്. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഒരു പ്രാവശ്യം വിജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ ജീവിതം അർഹിക്കുന്നില്ല. അസാധാരണമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നു എന്നും ഓർക്കണം. ഒരു പഠനം അനുസരിച്ച് ഒരു സ്ത്രീ പുരുഷനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് അയാൾക്ക് തന്നെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന കാര്യത്തിൽ നിശ്ചയമില്ലാതിരിക്കുമ്പോഴാണ്. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.